പന്തീരങ്കാവ് ഗ്രാമസേവിനി വായനശാലയുടെ ഈ മാഗസിൻ മിറർ പ്രകാശനം ചെയ്തു. പന്തീരങ്കാവ് AUP സ്കൂളിലാണ് പ്രകാശന പരിപാടികൾ സംഘടിപ്പിച്ചത്. ശരിയായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടം നിൽക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക കൊടുക്കേണ്ട, കഥകളായിട്ടാണെങ്കിലും നോവലുകളായിട്ടാണെങ്കിലും സിനിമകളായിട്ടാണെങ്കിലും ഒക്കെ തന്നെ വളരെ കൃത്യമായ പ്രൊപ്പഗണ്ടകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന, അത് വളരെ സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ശരി ഏതാണ് തെറ്റേതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഇടത്ത് ചിലപ്പോൾ ഞാൻ പറയും നമുക്ക് ശരിയും തെറ്റും നമുക്ക് ആവശ്യം റിലേറ്റീവ് ആണ്. ഇതാണോ ശരി, അതാണോ ശരി, അതാണോ തെറ്റെന്ന് വെച്ചാൽ എല്ലാം ശരിയാണ്. ശരിക്കറിയാം, പുസ്തകങ്ങൾ മറച്ചു വെച്ചിട്ട് നമ്മൾ നോക്കുന്നതിന് പകരം നമ്മൾ ഈ യാത്രയുടെ ഒക്കെ ഭാഗമായിട്ടൊക്കെ പോകുന്ന സമയത്തും നമുക്ക് വായിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് ഈ ഡിജിറ്റൽ മാഗസിൻസ് നമുക്ക് വളരെ അധികം ഗുണം ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്നെ എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ നമ്മൾ കുറച്ച് സംസാരിക്കണമല്ലോ, അതാണല്ലോ പ്രതീക്ഷിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാം. നമ്മൾ പറയും നമ്മുടെ നാട്ടിൽ വായനയൊക്കെ മരിച്ചു പോവുകയാണ്, വായന ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ സെലക്റ്റീവ്. അപ്പം എനിക്കൊക്കെ നമ്മളൊരു ലേഖനമൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ എണ്ണം, ഒരു 100,000 എണ്ണം എടുത്ത് വെക്കും, പക്ഷെ നമ്മൾ എല്ലാം ഒന്നും ഫുള്ളൊന്നും വായിക്കില്ല. നമ്മൾ സെലക്റ്റീവായിട്ട് വായിക്കുന്ന ഒരു രീതിയാണ് ഇപ്പം എനിക്കൊക്കെ ഉള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ യങ്സ്റ്റേഴ്സ് ഒക്കെ എല്ലാവരും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മുന്നിലേക്ക് എത്തുന്നത് എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ തലയിൽ കിടക്കുകയും ഏതാണ് ശരി ഏതാണ് തെറ്റെന്നറിയാത്ത തരത്തിലേക്ക് ഒരുപാട് ഇൻഫർമേഷൻ്റെ ഒരു കൂമ്പാരം കിടക്കുന്നിടത്ത് നിന്നുകൊണ്ട് നമ്മളുടെ ശരികളെ തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലേക്ക് എന്താണ് ഫേക്ക് എന്ന് പറയുന്ന സാധനം തിരിച്ചറിയാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നു, അപ്പം നിങ്ങളുമായിട്ട് മുഖാമുഖം നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നെ അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ പറയുന്ന മുഖമില്ലാത്ത രീതിയിലേക്ക് വരുന്ന കാര്യങ്ങൾ എഴുതി കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അതൊക്കെ സത്യമാണെന്ന് വിചാരിക്കും. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ MG മല്ലിക പ്രകാശന കർമ്മം നിർവഹിച്ചു. 79ാമത് സ്വാതന്ത്ര്യദിനത്തിൽ പന്തീരങ്കാവ് AUP സ്കൂളിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. വായനശാല പ്രസിഡന്റ് K മുരളീധരൻ അധ്യക്ഷനായ ചടങ്ങിൽ കോഴിക്കോട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V സുരേഷ് ബാബു, ലൈബ്രറി കൗൺസിൽ ഒളവണ്ണ മേഖലാ കൺവീനർ നിസാർ പയ്യടിമീത്തൽ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ എഴുത്തുകാർക്ക് പ്രോത്സാഹനം നൽകുവാനും ഈ വായന പരിപോഷിപ്പിക്കുവാനും ലക്ഷ്യമിട്ട മിറർ മാഗസിനിൽ കഥ, കവിത, ലേഖനം, ചിത്രം തുടങ്ങിയ വിവിധ സൃഷ്ടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷിബു പ്രസാദ് കുറുങ്ങാടം എഡിറ്ററായുള്ള സമിതിയാണ് ത്രൈമാസിക എന്ന രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്ന മിറർ മാഗസിനായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 1952 സ്ഥാപിതമായ ഗ്രാമസേവിനി വായനശാലയുടെ ഈ ലോകത്തേക്കുള്ള പുതിയ കാൽവെപ്പാണ് മിറർ. നമ്മളിങ്ങനെ ഒരു മാഗസിൻ അനൗൺസ് ചെയ്ത് പല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു മാഗസിൻ ഇറക്കാനുള്ള രചനകളല്ല ലഭിച്ചിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. അടുത്തതിനുള്ളത് കൂടെ ഓൾറെഡി ഇപ്പോൾ ലഭിച്ചു എന്ന രീതിയിലാണ് അതിൻ്റെ രചനകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പം ധാരാളം പേര് എഴുതിക്കൊണ്ടിരിക്കുന്നു, ധാരാളം പേര് ഈ തലത്തിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്.